ഒരു 10-13 ആൾക്കാരും കൂടി മതി. വേഗം സബ്സ്ക്രൈബ് ചെയ്യും 10-13 ആളുകൾ പ്ലീസ്. എനിക്ക് കിട്ടിയ സാധനം കിട്ടിയാ ഞാൻ പോവാ. എൻ്റെ സ്വഭാവം വെച്ചിട്ടാണ് ഞാൻ എന്തായാലും ഞാൻ ചീത്ത പറയും. എൻ്റെ സ്വഭാവം വെച്ചിട്ടാണ് എന്തായാലും ഞാൻ ചീത്ത പറയാം. അവിടെ ഈ പോവുക തന്നെയാവും നല്ലത് കേട്ടോ. എൻ്റെ ചാറ്റൊക്കെ ഇത് കിടക്കുന്നുണ്ട്. അതേ പറ്റുമ്പോൾ എനിക്ക് ചവിട്ടിയാവണം എന്നാണോ? അതിനെന്താ എൻ്റെ വീട്ടിലത്തെ ചവിട്ടിയാവണില്ലാറ് പറഞ്ഞ് ഞങ്ങളെ ഹോസ്റ്റലത്തെ ചവിട്ടി വയ്ക്കും. അപ്പോൾ ഒരു 10-200 പെണ്ണുങ്ങളെ ചവിട്ടൽ ഡെയിലി കിട്ടിക്കോളും. അതാവും കൂടുതൽ എനിക്ക് നന്നാവുക. ഓക്കെ, പെണ്ണുങ്ങളെ പോലെയാണ് ഹിജറകൾ. ഓൻ പോയി തോന്നുന്നുണ്ട്. അപ്സി വിട്ടേ, ഞാൻ വിട്ടടാ. ഞാൻ പറയാം, എനിക്ക് മനസ്സിൽ വെച്ചിറക്കുന്ന ശീലമില്ല. പക്ഷേ ഞാൻ പറയാനുള്ളത് എനിക്ക് അപ്പോൾ ഓപ്പണായിട്ട് പറയണം, അത്രേ ഉള്ളൂ. പക്ഷെ അതങ്ങനെ പറയണം എന്ന് തന്നെയാണ് കേട്ടോ എൻ്റെ ഒരു കോൺസെപ്റ്റ്. വരാതെ മനസ്സിൽ വെച്ചാണ്ട് അയ്യോ അവനോട് അപ്പം പറഞ്ഞില്ലല്ലോ, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഫീലാകും, അങ്ങനത്തെ ഇതൊന്നും ഞാൻ കരുതൂല. പറയണത് അപ്പം പറയണം, അപ്പം തീർക്കണം. പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കരുത്. ഓക്കെ, അല്ലേ ഓൻ എവിടെ വരെ പോകുന്ന നോക്കിയായിരുന്നു. ഓനേ പോയി തോന്നുന്നുണ്ട്. എനിക്ക് ഓനെ കളയേണ്ട ആവശ്യം വന്നില്ല. ഇനി വരികയാണെന്നുണ്ടെങ്കിൽ കളയും. ഹായ് പ്ലെയർ, ജാതിക്കായോ? ജാതിക്കായില്ലല്ലോ. എനിക്കങ്ങനെ മൂക്കൊന്നും വേണമെന്നില്ല കേട്ടോ. അയ്യോ, ഉണ്ടായിരുന്നൊരു സബ്സ്ക്രൈബർ കുറഞ്ഞു പോയിട്ടോ. 200 പേരൊക്കെ. ഓനക്ക് ജീവൻ പോവണം, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് ചവിട്ടിയാവാൻ എന്തൊരു പൂതിയാ. എന്ത് വിശേഷം? വളരെ നല്ല വിശേഷം. വാട്ട് അബൌട്ട് യു? ഇല്ല, അവിടെ ഞാൻ സമ്മതിപ്പിക്കേ. ഫ്രീ ആയിട്ട് ചവിട്ടാനൊരു ചവിട്ടി റെഡിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അത് സെറ്റാക്കി തരാം. നീ കണ്ടില്ലേ 2 ദിവസം മുമ്പ് ഇതേ ലെവൽ? അസീബെ, നമ്മൾ കൂൾ ഡൗൺ. ഞാൻ പോയി മോളെ, പിന്നെ കാണാം. ഓക്കെ, നീ ആ മുസ്ലിം ഇത് നിസ്കാരം. എടാ അബ്ദുസമദേ, എനിക്ക് ഉളുപ്പില്ലടാ. എൻ്റെ നിസ്കാരം ശരിയാവരുത്. ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അപ്പം എനിക്ക് മനസ്സിലാവും കേട്ടോ എൻ്റെ നിസ്കാരം ശരിയാവുണ്ടോ, ആരുടെ ശരിയാവില്ല എന്നുള്ളത് കേട്ടോ. അടുത്ത് ജോലി ചെയ്യുവാണോ? ഞാൻ ഇപ്പം പഠിക്കുന്നു. പറയണേ. അതെ അത്രേ ഉള്ളൂ. പറയേണ്ട കാര്യം അപ്പം പറയണം. എവിടെ? തൂങ്ങി ലാസ്റ്റ് പറ്റിക്കരുത്. എനിക്ക് ചവിട്ടിയാവണം, അത്ര ഉള്ളല്ലോ. ഞങ്ങളുടെ ലേഡീസ് ഹോസ്റ്റലിൽ എടുത്തിരുന്നെങ്കിൽ എൻ്റെ മെൻസ് ഹോസ്റ്റലിൽ ചവിട്ടിയിട്ട് ഞാൻ അടുക്കിപ്പിക്കും. യൂട്യൂബ് ടേംസ് പേരൻസ്. അയ്യോ, അങ്ങനെ ഉണ്ടോ? ഞാനതിന് തെറി വിളിക്കാറില്ലല്ലോ. ഞാൻ തെറി വിളിക്കൂല, എന്നെ പറഞ്ഞ പോലെ അങ്ങോട്ട് തിരിച്ച് പറയും. ദാറ്റ്സ് ഓൾ. ഹായ് മോളെ, ഹായ് പറയൂ. 22 ലൈക്ക് എൻ്റെ മോളെ, താങ്ക് യു. ഇനി മാറ്റിക്കോ മോഡറേറ്റർ. ഓക്കെ, അപ്പം മോഡറേറ്റർ ആക്കാൻ പഠിച്ച്. അസീബ്, ജഗ്ഗു ആരാ? ജഗ്ഗു ഒക്കെ എവിടെ? ജഹാംഗീർ ആയ. എന്താ പഠിക്കുന്നത്? എൻ്റെ വീട് മലപ്പുറം. ഞാൻ പഠിക്കുന്നത് BHMS. അവൻ്റെ ഫോട്ടോ വീഡിയോ സ്ക്രീൻഷോട്ട് എടുത്തു. ഓക്കെ, എനിക്ക് ഇൻസ്റ്റയിൽ അയച്ചു തരുന്നുണ്ട്. ഞാനൊരു വീഡിയോ ആയിട്ട് ഞാൻ വീഡിയോ ആക്കി ഇട്ടോണ്ട്. തെറി വിളിക്കണം എന്നില്ല. അയ്യോ, ഇന്ന് വരെ ഞാനിങ്ങനെ പറഞ്ഞ ലൈവിലൊന്നും എൻ്റെ മോണിറ്റൈസേഷൻ ഒന്നും ആയിട്ടില്ല കേട്ടോ. എനിക്കറിയില്ല അത്. ജഹാംഗീർ അല്ലല്ലോ, ജഹാംഗീർ അല്ലേ? ജീവിത ലക്ഷ്യമാണ് താൻ വാക്ക് മാറ്റി പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞ ഞങ്ങൾ LH കയറ്റില്ല എന്നിട്ട് തന്നെ MH കയറ്റും. ചവിട്ടിയിട്ടില്ല. MH അറിയുമ്പോൾ ഒരു 10-100 ചക്കന്മാരുണ്ട്. ലൈഫേ കാണാൻ അങ്ങനെ ചവിട്ടി ലൈഫ് അങ്ങോട്ട് എൻജോയ് ചെയ്യുക. അവൻ പാടുന്ന വീഡിയോ ഉണ്ട്. പാടുന്ന വീഡിയോ ഒക്കെ ഉണ്ട്. ഫാന്റാസ്റ്റിക്. അസീബ്, അതെ, നമ്മൾ അവനെ പൂട്ടുന്നതായിരിക്കും. അതിനെ ചെയ്ത പ്രശ്നമാക്കും. അങ്ങനെയുണ്ട്. പ്രശ്നമാക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോക്കല്ലേ പ്രശ്നം വരുന്നുള്ളൂ. എനിക്ക് പ്രശ്നമില്ല. വീട്ടിൽ പറ്റൂലടാ, വീട്ടിൽ താല്പര്യമില്ല. അന്നെ ഞാൻ MHക്ക് പ്രിഫർ ചെയ്തു. MHക്ക് റെഫർ ചെയ്തു. ഞാൻ അവിടുത്തെ ആളുമായിട്ട് സംസാരിക്കട്ടെ കേട്ടോ. എനിക്ക് എന്നാ വരാൻ പറ്റുക? സെയിൻ വ്ളോഗ്സ്. ഹായ്. മലപ്പുറത്തെ എവിടെയാ? മലപ്പുറം മഞ്ചേരി. ചവിട്ടിയാവാൻ കുറിച്ച് നടക്കേണ്ട ജന്മേ. തൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അല്ല, തൻ്റെ വീട്ടിൽ ചവിട്ടിൻ്റെ ആവശ്യമില്ല. അതല്ലാണ്ട് ചവിട്ടി പുറത്ത് ഒഴിവാക്കിയതാണോ? അങ്ങനെയൊന്നുമില്ല. റിപ്പോർട്ട് 5000 പേരെങ്കിലും ചെയ്യണം. അപ്പോൾ കുഴപ്പമില്ല. ഓക്കെ. ചെക്കന്മാർ ചവിട്ടിയാൽ നിൻ്റെ എല്ലാം കറങ്ങിപ്പോകും. അല്ല, എൻ്റെ വീട്ടിൽ ചവിട്ടാൻ ആരുമില്ല. വീട്ടിലൊക്കെ ചവിട്ടി ഒഴിവാക്കി വിട്ടതാണോ? വീട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടോ ചവിട്ടാൻ കൊള്ളാത്തവനാണ് ഇത് അല്ലേ? ചാനൽ റിപ്പോർട്ട് അടിക്കും. 5000 ആൾക്കാർ റിപ്പോർട്ട് അടിക്കണം എന്ന്. ഈ റിപ്പോർട്ട് അടിച്ചാൽ എൻ്റെ സ്ക്രീൻഷോട്ട് നീ കിടക്കുന്നുണ്ട് കേട്ടോ. എന്തായിരുന്നു എനിക്ക്? എന്തായിരുന്നു ഈ എന്തൊക്കെയോ ചോദിച്ചിട്ടുണ്ടല്ലോ. ഈ ഒന്ന് റിപ്പോർട്ട് അടിക്കട്ടോ ചേച്ചി. എടാ, എൻ്റെ ലൈവ് 24. എൻ്റെ ചോദ്യം അതല്ല, മെൻ്റലാണോ ഈ അതാ ചോദിക്കണത്? മെഡിസിൻ കഴിക്കുന്നുണ്ടോ ഈ അത് ചോദിക്കണം. അഫ്സി, ജഹാംഗീർ പറയുന്നത് കേൾക്ക്.